കുടുംബം കുളം തോണ്ടുന്ന കലുഷിതമാക്കുന്ന മറ്റൊരു മേഖല കുത്തഴിഞ്ഞ സാമ്പത്തിക രംഗമാണ്. നമുക്കറിയാം, വീട്ടിൽ ഒരാൾ ഒരു കടക്കെണി ഉണ്ടാക്കിയാൽ ആ വീട്ടിലെ മുഴുവൻ ആളുകളുടെ സമാധാനവും നഷ്ടപ്പെടും. എത്ര വീടുകളാണ് പ്രയാസപ്പെടുന്നത്. ഉള്ളതൊക്കെ വിറ്റാലും 4-5 മക്കളുണ്ടാവും. വാപ്പാര് കണ്ണീര് തുടച്ചുകൊണ്ട് പറയും, എൻ്റെ 4 മക്കള് എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാക്കി തന്നിട്ടില്ല, പക്ഷെ ഇവൻ ചെയ്ത ഒരൊറ്റ കാരണത്താൽ ഞാൻ അവിടെ 2 ഏക്കർ വിറ്റു, ഇവിടെ എത്ര സംഗതി കൊടുത്തു, അതൊക്കെ കൊടുത്തിട്ടും ആ കുണ്ട് തീരുന്നില്ല. അവൻ എന്നോട് ആദ്യം പറഞ്ഞത് 28 ലക്ഷം മാത്രമാണ് കടമെന്നാണ്. പിന്നെ വീട്ടിയപ്പോ 30 പിന്നെ 50. ഇപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഇനിയും ഒരു 50 ഉണ്ടത്രേ. എവിടെ നിന്നാണ് ഇവൻ ഇത് വാങ്ങിക്കൂട്ടിയതെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്ന എത്ര അപ്പന്മാരുണ്ട് എന്നറിയോ. അതുകൊണ്ട് എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്, ഉള്ളത് കൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. പലിശയിലേക്ക് ഒരിക്കലും പോകരുത്. ഇന്ന് ലോണും പലിശയും ഒരു പ്രശ്നമേ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യത്തിനൊന്നുമല്ല, വളരെ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി വേഗം ആധാരം കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി വെക്കാൻ ഒരു പ്രയാസവുമില്ലാത്ത സാഹചര്യം കടന്നു വരികയാണ്. തിരുത്തണം ഇതൊക്കെ, ഇല്ലെങ്കിൽ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. സഹോദരങ്ങളെ, നിങ്ങളൊരു വിഷയം വന്നാൽ 3 കള്ളിയിലേക്ക് അതാക്കുക. 1 അത്യാവശ്യം, 2 ആവശ്യം, 3 അനാവശ്യം. ഈ 3 കള്ളിയിലേക്ക് എഴുതാൻ പറ്റാത്തൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വരില്ല. എന്നിട്ട് പ്രയോറിറ്റി കൊടുക്കണം. എന്താ പ്രയോറിറ്റി? അത്യാവശ്യമാണ് ആദ്യം നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ ശേഷം മാത്രമേ ഞാൻ ആവശ്യത്തിന്റെ പട്ടികയിലേക്ക് പോവുകയുള്ളൂ. അനാവശ്യത്തിന്റെ പട്ടികയിലേക്ക് ഒരിക്കലും ഞാൻ പോവുകയില്ല എന്ന ഒരു പോളിസി നമ്മൾ എടുത്താൽ വിഷയം തീരും. സഹോദരിമാരായാല് ഭർത്താക്കന്മാരെ സഹായിക്കണം. നമുക്ക് നല്ലൊരു വീടുണ്ടാവും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ തൊട്ടപ്പുറത്തെ വീട് അല്ലെങ്കിൽ കുടുംബക്കാരുടെ വീട് ഒന്ന് പൊളിച്ച് പണിയെടുത്ത് നന്നായി ഉഷാറാക്കി. അപ്പം നമ്മളെ വീടും പൊളിക്കണം. അത് നിരന്തരം ഭാര്യ ഭർത്താവിനെ ശല്യപ്പെടുത്തുകയാണ്. കുഴപ്പമൊന്നുമില്ല, ഒരു പഴയ വീടാണെങ്കിൽ പൊളിച്ച് നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അവനവൻ്റെ അടുത്ത് കാശ് വേണം. അതുണ്ടോ നിങ്ങൾ ഉറപ്പുവരുത്തണം. അതല്ലാതെ കടം വാങ്ങി ലോൺ എടുത്ത് ഇടങ്ങാറാക്കി കണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. അതാണ് ഉള്ളത് കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത്. ഇത് ഇത്രയും വലിയൊരു കൊട്ടാരം ഉണ്ടാക്കി വെച്ച് ലോൺ എടുത്തും കടം വാങ്ങിയും പലിശക്കെടുത്തും ഉണ്ടാക്കി വെച്ച് അതിൻ്റെ ഉള്ളിൽ AC ഇട്ട് എല്ലാ സൗകര്യം ഉണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ തണുക്കൂല, ചൂടന്നെ ആയിരിക്കും. എന്നാൽ കുറച്ച് പ്രയാസമുള്ളൊരു വീടാണ് എങ്കിലും കിടന്നുറങ്ങുന്നിടത്ത് സമാധാനം ഉണ്ടാവും. അതല്ലേ നമുക്ക് ആവശ്യം. അപ്പൊ ആ ഒരു സംഗതി നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻളുറു ഇലാ മൻ ഹുവ ഫൗഖക്കും. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നോക്കരുത്, താഴെയുള്ളവരിലേക്ക് നോക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വളരെ അടിസ്ഥാനപരമായ ഒരു തത്വമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഈ ലക്ഷങ്ങൾ തട്ടുന്ന ബിസിനസ്സുകൾ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പല ആളുകളും തൻ്റെ മതബോധവും മതത്തിൻ്റെ സിംബലുകളും തൻ്റെ താടിയും തൻ്റെ നിസ്കാരത്തഴമ്പും വരെ ലക്ഷങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി ഇന്ന് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പിക്കുക, ബിസിനസ് നമുക്ക് തുടങ്ങാം. ആ ബിസിനസ് തുടങ്ങുമ്പോൾ ഒരിക്കലും മറ്റുള്ളവരുടെ കാശ് കണ്ടുകൊണ്ടല്ല നമ്മൾ ബിസിനസ് തുടങ്ങേണ്ടത്. സ്വന്തം കയ്യിലുള്ള കാശ് കൊണ്ടേ ബിസിനസ് തുടങ്ങേണ്ടതുള്ളൂ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ അതിന് ശരിയായ മാനദണ്ഡങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങളിലേക്ക് നമ്മൾ പോകും.